വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പ് വാച്ചർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധാഗ്നിയായി പുൽപ്പള്ളി. രാഹുൽ ഗാന്ധി ഇന്ന് വൈകിട്ട് വയനാട്ടിലേക്ക് തിരിക്കും. പോളിന്റെ സംസ്കാര ചടങ്ങുകൾ പാക്കത്തെ വീട്ടിൽ പുരോഗമിക്കുകയാണ്. കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന സർക്കാരിന്റെ ഉറപ്പിൽ വീട്ടിലെ പ്രതിഷേധം നാട്ടുകാർ അവസാനിപ്പിച്ചു. ബാക്കി 40 ലക്ഷം രൂപ ലഭ്യമാക്കാൻ സർക്കാരിനോട് ശുപാർശ നൽകുമെന്ന് ADM കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. M കമലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. കമൽ, മൃതദേഹം വീട്ടിലാണ്. സംസ്കാരവുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ പുരോഗമിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം എന്താണ് ഇപ്പോഴത്തെ ഉറപ്പ് എന്നുള്ളത് ADM വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിലെ ഒരു പ്രതിഷേധം അടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പുൽപ്പള്ളിയിലെ സാഹചര്യം എന്താണ്? പൂജ ഇപ്പോൾ പോളിന്റെ മൃതദേഹം വീട്ടിൽ നിന്ന് പുൽപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. പള്ളിയിലെത്തിയ സംസ്കാര ചടങ്ങുകൾ തുടങ്ങും. അല്പസമയം മുമ്പാണ് വീട്ടിലെ പ്രാർത്ഥന പൂർത്തിയായത്. ഏറെ നേരം വീട്ടിലെത്തിച്ച ശേഷവും പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനുശേഷമാണ് ഈ ADM ഈ തീരുമാനം ഉൾപ്പെടെ വായിച്ച് കേൾപ്പിച്ചത്. അതിനെ തുടർന്നാണ് പ്രതിഷേധം അടങ്ങിയത്. എന്തായാലും ഇപ്പോൾ ആ സാഹചര്യമൊക്കെ മാറി സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം ഇപ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. 10 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം നൽകും. ബാക്കി തുകയ്ക്കുള്ള ശുപാർശ സർക്കാരിലേക്ക് നൽകും തുടങ്ങിയ ഉറപ്പാണ് ADM അറിയിച്ചത്. അതൊക്കെ അംഗീകരിച്ചാണ് കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങിയത്. കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന സർക്കാരിന്റെ ഉറപ്പുണ്ട്. ആ ഉറപ്പിൽ വീട്ടിലെ പ്രതിഷേധം നാട്ടുകാർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ബാക്കി 40 ലക്ഷം രൂപ ലഭ്യമാക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യും. അക്കാര്യം ഉൾപ്പെടെ ADM കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കമൽ, വീട്ടിലെ പ്രതിഷേധം അടങ്ങിയിരിക്കുകയാണ്. പുൽപ്പള്ളിയിലെ ഒരു സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? അവിടെ പ്രതിഷേധം തുടരുന്നുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള അയവ് വന്നിട്ടുണ്ടോ? പുൽപ്പള്ളിയിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു. പുൽപ്പള്ളിയിൽ പോലീസ് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട് താൽക്കാലികമായി. എന്തായാലും പുൽപ്പള്ളിയിലാണ്, ടൗണിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നത്. ആ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. മൃതദേഹം സംസ്കരിക്കുന്ന ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നു. എന്തായാലും സർക്കാർ നൽകിയ ഉറപ്പുകൾ പരിഗണിച്ച തൽക്കാലത്തേക്ക് ഈ സമരങ്ങളൊക്കെ മാറ്റിവെച്ച ഇപ്പോൾ മൃതദേഹവുമായി കുടുംബാംഗങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. വീട്ടിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹം സംസ്കരിക്കും. അല്പസമയത്തിനകം തന്നെ പോളിന്റെ മൃതദേഹം സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോവുകയാണ്. കമൽ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വയനാട് MP എവിടെ എന്നുള്ളൊരു വലിയ ചോദ്യം ഉയർന്നിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തും, വൈകിട്ടോടു കൂടി പുറപ്പെടും എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, MLA മാർ ഉൾപ്പെടെ വന്നപ്പോൾ തടഞ്ഞിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പിൻബലവുമില്ലാതെ സാധാരണക്കാരായ ജനങ്ങളെല്ലാവരും പ്രതിഷേധത്തിന് ഇറങ്ങിയതാണ്. എങ്ങനെയായിരിക്കും രാഹുൽ ഗാന്ധി വരുമ്പോൾ അവർ സ്വീകരിക്കുക? അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ അമർഷവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയായിരിക്കും ഒരു ഇടപെടൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യത? അത്തരത്തിലൊരു പ്രതിഷേധത്തിനൊന്നുമുള്ള സാധ്യതയില്ല. എന്തായാലും അദ്ദേഹം എത്രയും പെട്ടെന്ന് എത്തുന്നു എന്നുള്ളത് തന്നെ ആളുകൾ ആ തരത്തിലെടുക്കാനേ സാധ്യതയുള്ളൂ. രാഹുൽ ഗാന്ധി ഇന്ന് പുറപ്പെടുകയാണെങ്കിൽ നാളെ തന്നെ ഈ 2 വീടുകളും സന്ദർശിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. വാരണാസിയിൽ നിന്ന് പുറപ്പെടും, ഉടനെ ഇന്ന് രാത്രി തന്നെ പുറപ്പെടും എന്ന് അറിയിച്ചിരിക്കുന്നു. നേരെ അദ്ദേഹം ഈ 2 വീടുകൾ സന്ദർശിക്കാനായിരിക്കും എത്തുക. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായ നടപടികൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. അതൊക്കെ അദ്ദേഹം വന്നതിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ശരി, രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരമായിട്ട് ലഭിക്കുന്നത്. ഒരാഴ്ചക്കിടെ ഉണ്ടായ 2ാമത്തെ മരണമാണ്. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാവിലെ മുതൽ പുൽപ്പള്ളിയിൽ കണ്ടത്. വയനാട്ടിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ വനം വകുപ്പിന്റെ നടപടി ഉണ്ടാക്കാത്തതിനെതിരെ ജനരോഷം അണപൊട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ ഇന്ന് കണ്ടത്. കഴിഞ്ഞ ദിവസമാണ് പാക്കം സ്വദേശിയായ പോളിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. ഒരാഴ്ചയ്ക്ക് മുമ്പാണ് മറ്റൊരു മരണം അവിടെ സംഭവിച്ചത്. ഇതേ രീതിയിൽ കാട്ടാന ആക്രമണത്തിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ആണ് പുൽപ്പള്ളിയിൽ ഉണ്ടായത്.